ഞാനിപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ കൊച്ചുവേളിയിൽ നിന്നാണ് ട്രെയിന്. അപ്പോൾ ഞാൻ നേരെ കൊച്ചുവേളിയിലോട്ട് പോയി. ഉച്ചയ്ക്കായിരുന്നു, നല്ല വെയിലായതുകൊണ്ട് പുറത്തിരിക്കാൻ മടിച്ചിട്ട് ഞാനൊരു AC റെസ്റ്റ് റൂം എടുത്തായിരുന്നു. അപ്പോൾ കൊച്ചുവേളി ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർ അറിഞ്ഞോളൂ, 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂർ നിങ്ങൾക്ക് റെസ്റ്റ് റൂമിലിരിക്കാം. അതിനുശേഷം AC കമ്പാർട്ട്മെൻറ്റ് കോച്ചിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കയറിയപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ കൂടെയുള്ള ടീമുകളെല്ലാം കയറിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുവിധം ഒന്ന് സെറ്റായി വന്നു. അതിനുശേഷം ഈവനിങ് ഞാൻ സ്നാക്ക് എടുത്തത് പപ്പായ ആയിരുന്നു. അത് സാറിൻ്റെ കയ്യിലുണ്ടായിരുന്ന പപ്പായ നമ്മളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. വേറെ ഒന്നും തന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നില്ല. പിന്നെ രാത്രി ആയപ്പോൾ പിന്നെ നമുക്ക് സീറ്റ് RAC ആയിരുന്നു. അപ്പോൾ ഒരു സീറ്റിൽ 2 പേർക്ക് ഇരിക്കാം. നമുക്ക് ടിക്കറ്റ് ബർത്ത് കൺഫേം ആയിട്ടില്ലായിരുന്നു. അപ്പം ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഗുണയും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ചാഞ്ഞ് കിടന്നു. അതിനുശേഷം രാത്രിയായപ്പോൾ നമ്മുടെ ബർത്ത് കൺഫേം ആയി. നമ്മൾ 2 സീറ്റ് കിട്ടി. പിറ്റേ ദിവസം ബാംഗ്ലൂർ ഇറങ്ങിയപ്പോൾ ആകെ ഉറക്കച്ചടവൊക്കെ ആയിരുന്നു. കാരണം ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു ഇഷ്യൂസ് ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ തലയുടെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾ എസ്കലേറ്റർ വഴി താഴോട്ടൊക്കെ ഇറങ്ങി വലിയ കാര്യത്തിൽ സെൽഫിയൊക്കെ എടുത്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു, ജിങ്കാലാല കളിച്ചു. ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലൊക്കെ വന്ന് അപ്പം തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കേരള റെസ്റ്റോറൻറ്റിൽ പോയി ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. നമ്മുടെ ചോറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. കാരണം എനിക്ക് ബാംഗ്ലൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഊണ് കഴിക്കാൻ ഭയങ്കര കഷ്ടമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ബാംഗ്ലൂർ എന്നെ മറിഞ്ഞു എന്നുള്ള ഒരു തോട്ടൊക്കെ എനിക്ക് വന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് ഊണ് കഴിഞ്ഞിറങ്ങി നമ്മൾ നേരെ മെജസ്റ്റിക് ജംഗ്ഷനിൽ അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് ഒരു വലിയ ബഡ്ജറ്റഡ് അല്ലാത്ത മാർക്കറ്റായിരുന്നു. 100-150 റേഞ്ചിലൊക്കെ വരുന്ന സാധനങ്ങളൊക്കെയാണ്. പിന്നെ കട്ട് ഫ്രൂട്ട്സൊക്കെ വഴിയിലായിട്ടുണ്ടായിരുന്നു. ഹൈജീനിക്ക് ചെറിയൊരു പ്രശ്നമായിരുന്നു, ഞാനതൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. അതുമാതിരി ബിരിയാണി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും മേടിച്ചില്ല. ജസ്റ്റ് എനിക്കൊരു ചെരുപ്പ് മേടിക്കണമായിരുന്നു. അപ്പം കാരണം എനിക്ക് ഈ കാലിന് പെയിൻ വരുന്നത് കൊണ്ടിട്ട് ചെരുപ്പ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ അങ്ങോട്ട് പോയി. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ പബ്ബുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി നേരെ നമ്മൾ ആ മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെ ഏകദേശം ഒരു ഈവനിങ് ഒരു 6 o'clock വരെ നമ്മൾ അതുവഴി കറങ്ങി അടിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതുവഴി നേരെ മാർക്കറ്റ് എത്തി. നടക്കാൻ വളരെ കഷ്ടമുള്ള ഞാൻ വളരെയധികം സ്പീഡിൽ നടക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം അണ്ടർഗ്രൗണ്ടിൽ മാർക്കറ്റിലൊക്കെ ഇറങ്ങി ഞങ്ങളെല്ലാം നോക്കി. എനിക്ക് ഈ പറയും പോലെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വാങ്ങിച്ച് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ വളരെ കഷ്ടമുള്ള കാര്യമാണ് എനിക്ക്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും കിട്ടും. പിന്നെ ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കി എല്ലാം നോക്കുക, എടുക്കുക, വയ്ക്കുക, പോവുക, അതൊക്കെ ഒരു രസമുള്ളൊരു കാര്യമാണ് എനിക്ക്. അതിനുശേഷം ഒരു ചെരുപ്പ് വാങ്ങിച്ചു. അത് രാത്രി പണി കിട്ടുകയും ചെയ്തു എനിക്ക്. അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ ട്രൈപോഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഫോണിലൊക്കെ വെച്ച് നോക്കുന്ന. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ ബെഡ്ഷീറ്റുകളുണ്ടായിരുന്നു, നൈറ്റീസ് ഉണ്ടായിരുന്നു, ഡ്രസ്സൊക്കെ ഏകദേശം എനിക്കൊരു 150-100 റേഞ്ചൊക്കെ ആയിരുന്നു. പിന്നെ ഫ്രൂട്ട്സ്, നല്ല ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ ആയിരുന്നു. മുന്തിരി മേടിച്ചായിരുന്നു ഞങ്ങൾ റൂമിലെത്തിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. കൂടെ ഉണ്ടായിരുന്ന സുഗുണ ഒരു മാങ്ങ കഷ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പൊക്കെ ഇട്ടിട്ട്, ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിക്കാറില്ല അങ്ങനെ. പിന്നെ അനന്തവും ഞങ്ങളെല്ലാവരും ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ആസ്വദിച്ച് അവരെ നടന്നു കളിയും ചിരിയും തമാശയും ഒക്കെ ആയിട്ട് ഞാൻ അവരോട് പറയുമായിരുന്നു ബാംഗ്ലൂർ ഒരുപാട് മാറിയെന്ന്. അതിനുശേഷം റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി. അതിനുശേഷം ഞാനും സാറും ഞങ്ങളുടെ സുഗുണയും അനന്തവും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഇവിടെ പോയി, മൺട്രി സ്ക്വയറിൽ. അപ്പോൾ മൺട്രി സ്ക്വയർ ഞാൻ മുന്നേ പോയിട്ടുണ്ട്, ഒരു 2014. അതിനുശേഷം പിന്നെ ഞാൻ അധികം അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. ഇന്ന് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ എനിക്ക് മൺട്രി സ്ക്വയറിൽ കാണാൻ പറ്റി. പക്ഷേ ഈ വണ്ടികൾ പോകുന്ന ഒരു
സിഗ്നൽ ബേസിൽ നിൽക്കുമ്പോൾ വണ്ടികൾ അങ്ങോട്ട് നമ്മൾ ജനങ്ങളെ ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള ഒരു വണ്ടി യാത്രയാണ് അവിടെ. അപ്പോൾ അത് നോക്കി കണ്ട് നിന്ന് നമ്മൾ ക്രോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പണിയിട്ടാം. ഇത് സുഗുണയുടെ കപ്പലണ്ടി തീറ്റിയാണ് നിങ്ങൾ കാണുന്നത്, വേറെ ഒന്നുമല്ല. എനിക്കിങ്ങനെ കാണിച്ചു തരാൻ അപ്പം ഞാനും കോമഡി അടിച്ച് നല്ല രസമായിരുന്നു. സുഗുണയെ കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. അതിനുശേഷം നമ്മുടെ മാഡം നമ്മുടെ കൂടെ ഇല്ലായിരുന്നു. മാഡം പിറ്റേ ദിവസം ഫ്ലൈറ്റിലാണ് വന്നത്. പിറ്റേ ദിവസമല്ല, അന്ന് രാത്രിയാണ് വന്നത്. അതിന് ശേഷം നമ്മൾ മൺട്രി മോളിൽ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് രാവിലെ മേടിച്ച ചെരുപ്പിൽ എനിക്കൊരു പണി കിട്ടി. അപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു. പിന്നെ സാറ് നമുക്ക് മില്ലറ്റ്സിൻ്റെ പായസം, അത് ഇച്ചിരി ഷുഗറൊക്കെ കുറവാണ്, പക്ഷെ അത് ഭയങ്കര പ്രോട്ടീൻ റിച്ചാണ്, നല്ല സാധനമായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് തന്ന് നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ മൺട്രി സ്ക്വയർ ഫുള്ള് കറങ്ങി. അവിടെ ഈ പുറത്ത് കുറേ ഓർണമെൻറ്റ്സും ഈ ബെഡ്ഷീറ്റ്, കുടിക്കുന്ന വെള്ളം, പിന്നെ നമ്മുടെ ഷേക്കർ ബോട്ടിൽ, സംതിങ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി കുറേയൊക്കെ സാധനങ്ങൾ മേടിച്ചു. കാരണം അത് കുറേ ഇതായിരുന്നു, വാല്യുബിളായിട്ടുള്ള പ്രൈസായിരുന്നു. അതിന് ശേഷം പിന്നെ മൺട്രി മോൾ ഫുള്ള് ഞങ്ങൾ കറങ്ങി. പിന്നെ സാറിന് നാളത്തെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഷർട്ട് എടുക്കണമായിരുന്നു, മാമിനും ഡ്രസ്സ് എടുക്കണമായിരുന്നു. പക്ഷേ മാമിൻ്റെ സൈസ് നമുക്കൊരു കൺഫ്യൂഷൻ വന്നതുകൊണ്ട് പിന്നെ നമ്മളത് എടുക്കാനായിട്ട് പറ്റിയില്ല. ഞാനും എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഷർട്ടൊക്കെ നോക്കി, എൻ്റെ മോനൊക്കെ. പക്ഷേ വേണ്ടാന്ന് വെച്ചു. അതിന് ശേഷം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പാർട്ട് 1. ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു.